4 കാലുള്ള ഒരു കോഴി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മൾ മനുഷ്യർക്കും മറ്റു മൃഗങ്ങൾക്കും 4 കാലുള്ളത്. പക്ഷെ കോഴിക്ക് 4 കാലെന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ട് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. നമ്മുടെ മേലൂരിൽ ഒരു വീട്ടിൽ വളർത്തുന്ന ഫാമിലാണ് ഇങ്ങനെ ഒരു 4 കാലുള്ള കോഴിയുള്ളത്. നമുക്ക് അവര് നമ്മുടെ പിന്നിലുണ്ട്. നമുക്ക് അവരോട് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. മേലൂര് തെക്കൻ അന്തോണീസിന്റെ വീട്ടിലാണ് നമ്മളുടെ ഈ ഒരു കോഴിയുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അന്തോണിയുടെ എന്താ കോഴിനോട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അന്നോടാ ഇതെന്താ സംഭവം? ഇത് സാധാരണഗതിയിട്ട് ഞങ്ങൾ ഒരു 10-26 വർഷം 27 വർഷമായി കോഴിനെ വളർത്തി തുടങ്ങിയിട്ട് ഇങ്ങനെ പലതും ചുണ്ടില്ലാത്തതും കീഴ്ചുണ്ടില്ലാത്തതും മേൽചുണ്ടില്ലാത്തതും കാലില്ലാത്തത് വരെ കുഞ്ഞുങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങൾ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. ഇത് അങ്ങനെ നിന്നോ 4 കാലുള്ള കോഴി. പക്ഷെ ഇതുവരെ കണ്ടില്ലല്ലോ നമ്മള്. എവിടെയും കണ്ടായിട്ട് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ റയറായിട്ടൊരു സംഭവല്ലേ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഇത് കോഴി വളത്തിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കൃഷിയും കാര്യങ്ങളുടെ കൂട്ടത്തില് ഇതൊരു സംഭവമായിട്ട് അങ്ങനെയാണ് നടക്കും. അപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വൈറ്റ് കോളർ ജോലി അന്വേഷിച്ചൊന്നും പോകണ്ട. നമുക്ക് നമ്മുടെ വീട്ടില് നമ്മൾ എനിക്ക് തരിക, അതിന് വേണ്ട ശുശ്രൂഷ ചെയ്യുക, അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് പോവാൻ പറ്റും. പിന്നെ ഉന്നതങ്ങളിലേക്ക് ഒന്നും നോക്കണ്ട. പ്ലെയിൻ മേടിക്കാനൊന്നും കാശ് കിട്ടില്ലേട്ടാ. കോഴി സംബന്ധിച്ച് ഞാനിത് വന്നു കഴിഞ്ഞപ്പോ ഈ കാലിങ്ങനെ 3-4 കാല് കണ്ടു കഴിഞ്ഞപ്പോ ഇത് ജീവിച്ച് മുന്നോട്ട് പോകുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഒന്നുമില്ലാന്ന് അവരാ കൂട്ടത്തില് നടന്നു. അങ്ങനെ ഇപ്പൊ 40 ദിവസം കഴിഞ്ഞു, 40ാമത്തെ ദിവസം ഇപ്പൊ പിടിച്ചു പോകേണ്ടത്. ഇന്ന് പിടിച്ചിപ്പോ തീരാറായി. അപ്പൊ ഈ 4 കാലമുള്ളത് ഇങ്ങനെ അപൂർവമാണ് വരാറ്. അല്ലാണ്ട് അങ്ങനെയൊന്നും സാധാരണ അല്ല. ചുണ്ടില്ലാത്തതൊക്കെ വരും. പിന്നെ ഈ ഒറ്റ കാലമുള്ളത് വരും. അങ്ങനെയൊക്കെ വരും. ഈ മുൻകാലഘട്ടങ്ങളില് ഈ പെടക്കോഴികള് നമ്മളെ ചിലത് പിടിക്കാണ്ട് മിസ്സായി പോവാറുണ്ട്. അറ്റത്തൊക്കെ ഇരുന്ന്. അപ്പൊ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിടിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ മിസ്സായി പോണ കോഴികള് ചിലത് മുട്ടയിട്ട് കണ്ടുണ്ട്. അപ്പൊ അത് ഒരു മുട്ടയ്ക്കകത്ത് സാധാരണ നമ്മൾ കണ്ടേക്കണത് ഒരു കരുവല്ലേ, അതില് 2 ഉണ്ണി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് അന്ന് മീഡിയം ഒന്നും അത്ര അങ്ങോട്ട് 10-20 വർഷം മുന്നാണ് ആയിട്ടില്ല. അപ്പൊ 2 ഉണ്ണി അത് 2 ദിവസം കൂടുമ്പോഴാണ് കോഴിമുട്ടയിടുക. അതിനുശേഷം ഒരു 2 ഒരുമിച്ച് കുറച്ച് നാള് ആ കോഴി ചാവുന്ന വരെ ഇട്ടുകൊണ്ടിരുന്ന മുട്ടയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത. അപ്പൊ അതിനുശേഷം ഒരു പ്രത്യേകതയാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. ഞാൻ ഈ കഴിഞ്ഞ തവണ കുഞ്ഞിറക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇത് ചത്തുപോകുന്നുള്ളത് വിചാരിച്ചത്. കാരണം ഇത്ര ഇങ്ങനെ തൂങ്ങി കിടക്കണ കാരണം കൊണ്ട് ഇതിന് ഈ വെയിറ്റ് താങ്ങാൻ പറ്റുമോ എന്നുള്ളതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇതിനെ അത് അതിജീവിച്ചു. ഒരു കുഴപ്പമില്ല. കയറ്റി പോകുന്നത് ഇതിപ്പോ അവരോട് പറയണം. ഇന്ന് കമ്പനിയിൽ പറഞ്ഞ് ഈ സംഭവത്തിനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് അവിടെ അവർക്ക് പക്ഷി വളർത്തലൊക്കെ ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവിടെ സൂക്ഷിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനെ 4 കാലോടുകൂടി എന്താ നാളെ പക്ഷെ നല്ല ആരോഗ്യമുണ്ട് ഇതിന്. ഇത് എങ്ങനെ എന്താവും അറിയില്ല. പക്ഷെ ഇതിങ്ങനെ ശരീരത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തള്ളി നിൽക്കുകയാണത്. പിന്നെ ഇതിന്റെ മൃഗ സംരക്ഷണ വകുപ്പൊക്കെ ഇതിനെ കുറിച്ച് വല്ല ഡോക്ടർമാരൊക്കെ ആണ് ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് 2 കാല് തന്നെയാണ്. 2 കാല് തന്നെയാണ്. 2 കാല് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും 2 കാല് തന്നെയാണ്. ഇവിടെ 2 കാല് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തായാലും ഇത് വളരെ അപൂർവമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. നട്ടലിന്റെ ഒരു ചെറിയൊരു പീസ് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ മുകളിലേക്ക് കയറി നിൽക്കുന്നത് നട്ടലിന്റെ ഒരു പീസും കൂടി വന്നിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഇതിന്റെ വാലുകൂടെ കാണുന്നുണ്ട്. തൂങ്ങി കിടക്കുന്ന അവസ്ഥയാണല്ലേ. നട്ടലിന്റെ എൻഡ് ആണ് സാധാരണ ഇവിടെ എത്താറ്. നമ്മളിപ്പോ ഒരു കോഴിനെ കൊന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഭാഗമല്ലേ. പക്ഷെ ഇത് എക്സ്ട്രാ ഒരു ഇതായിട്ട് വന്നേക്കാണ്. എന്നിട്ട് അത് കാലിങ്ങനെ തൂങ്ങി കിടക്കുക. പഠനങ്ങൾക്ക് ആരെങ്കിലും ഡോക്ടേഴ്സ് ആരെങ്കിലും തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കണം. അപ്പൊ എന്തായാലും വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാഴ്ച. 4 കാലുള്ള ഒരു കോഴി. അപ്പം അത് നമ്മുടെ മേലൂരിൽ ഇത് ശരിക്കും സ്ഥലം ഏതാ? ഇത് മേലൂർ വെട്ടുകടവ്. മേലൂർ വെട്ടുകടവിലുള്ള തെക്കൻ അന്തോണിയേട്ടൻ
വിജയ് ഇവരുടെ വീട്ടിൽ വിജയന്റെ ഇവിടുത്തെ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ നല്ലൊരു കലാകാരൻ കൂടിയാണ്. അദ്ദേഹം ഒരുപാട് മറ്റേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ മേഖലയിൽ അത്യാവശ്യം നല്ല ഇവിടെ ഒരു പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം പുറത്തായിരുന്നു. പഞ്ചാബിൽ അദ്ദേഹത്തിന്റെ വൈഫുമായി ഒരുമിച്ച് അവിടെയായിരുന്നു. പിന്നെ തിരിച്ചു വരികയും പിന്നെ വീണ്ടും ഈ കൃഷി മേഖലയിലേക്ക് സജീവമായി വരികയുമാണ്. അതുകൊണ്ട് അതിന്റെ ഒരു തുടക്കത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് നന്നായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ വന്ന് കാണാവുന്നതാണ്. ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പോകും, ഇതിന് ശേഷം ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. ഓക്കെ, താങ്ക് യു. ഞാൻ സുനിൽ സരോവരം, ഒപ്പം രാഹുൽ കേസ്. ലക്ഷ്മി ജ്വല്ലറി, കൊടുങ്ങല്ലൂർ, നോർത്ത് പറവൂർ, ചാലക്കുടി. ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ. ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ. ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി. സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ്. ചിറയത്ത് ജ്വല്ലറി, സൗത്ത് ജംഗ്ഷൻ, ചാലക്കുടി. ഫണ്ട് അറേഞ്ച് ചെയ്യണം. ITU ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ, പിന്നെ ടെൻഷൻ. എന്റെ NRI ഡിപ്പോസിറ്റ് ITU ബാങ്കിലാ. ലോൺ ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും ബാങ്ക് ITU തന്നെ. മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ബെറ്റർ ബാങ്കിങ്, ബെറ്റർ ലൈഫ്. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ചാലക്കുടി.